കനക ഇപ്പൊ വരും. കനകൻ? അതാരാ? അല്ല, മാഷ് പഠിപ്പിച്ച കുട്ടിയാന്നല്ലേ പറഞ്ഞേ? ആ ആ ആ ശരിയാ, ഞാൻ മറന്നുപോയി. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ 2 പിള്ളേരുണ്ട്. മൂന്നാമത്തവൻ ഗൾഫിലാണ്. അല്ല, 2 പിള്ളേരെന്നല്ലേ പറഞ്ഞേ? അപ്പൊ പിന്നെ മൂന്നാമത്തത്? മൂത്തവൻ LLB കഴിഞ്ഞു, ഇപ്പം ഡോക്ടറാ. പിന്നെ രണ്ടാമത്തവൻ അവൻ അങ്ങ് ഗൾഫിൽ. ഗൾഫിലെവിടാ? ഗൾഫിലെ നമ്മൾ മുറുകാക്കടയില്ലേ, മുറുകാക്കടയ്ക്കുള്ളൊരു ജംഗ്ഷൻ, ആ ജംഗ്ഷൻ്റെ അടുത്തൊരു മുടുക്ക്, ആ മുടുക്കിൽ. ഗൾഫില് മുറുക്കാൻ കടയോ? വെള്ളം കുടിക്ക്. നല്ലതാവണ്ടല്ലേ ക്ലീറ്റോ? ദേ കനകന്റെ മാഷ്. ക്ലീറ്റോനെ അറിഞ്ഞൂടാന്ന് തോന്നുന്നു, ഓർമ്മയുണ്ടാവില്ല. ഇതാണ് എന്റെ ഭർത്താവ് ക്ലീറ്റോ, ഞാൻ പറഞ്ഞില്ലേ. ഓ ഇരിക്കട്ടെ മാഷേ, ഇപ്പൊ വരാവേ. അല്ല, നിങ്ങൾക്ക് അവിടെ പോണം. ഇപ്പൊ ഇവിടെ വരാം, ഇപ്പൊ വരാം. അയ്യോ, സഞ്ജയൊക്കെ അവിടെ ഇരിക്കണ. എന്താ ക്ലീറ്റോ? ഒരു മന്ത്രി ആവണം, അതിന് പറ്റിയ എല്ലാ കള്ള ലക്ഷണങ്ങളും ആ കണ്ണിലും മൂക്കിലും മുഖത്തിലും ഒക്കെ ഉണ്ട്. എന്താ വരുന്ന മാഷേ? എന്തൊക്കെ കാണിക്കണത്? ആരെന്നും പറഞ്ഞ അയാളെ വിളിച്ച് വീട്ടിൽ കയറ്റിക്കണേ? അത് സാറല്ലേ? ആര് സാറ്? എവിടത്തെ സാറ്? കനകനെ പഠിപ്പിച്ചാന്ന് ക്ലീറ്റോനെ ഓർമ്മയില്ലായിരിക്കും. എന്തോണ് അയാൾ തലയ്ക്ക് സുഖമില്ലാത്ത ആളാണ്. തലയ്ക്ക് സുഖമില്ലേ? അതാണ് അവൾ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നേ. പിന്നെ ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും കിട്ടിയ ഉടനെ വിളിച്ച് വീട്ടിൽ കയറ്റും. ഇന്നലെ ആ നായര ചായക്കടയിൽ കയറിയിട്ട് അവിടെ ഇരിക്കുന്ന ബോണ്ടയ്ക്ക് വലിപ്പം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആ ബോണ്ടയിൽ എടുത്ത് റോഡിൽ എറിഞ്ഞു. അതുവഴി പോയ ബൈക്കാർമാർ മറിഞ്ഞ് വീട് വേണ്ട. പിന്നെ അയാളല്ല, പിന്നെ അല്ല, അയാൾക്ക് ദേഷ്യം വന്നാൽ ഉപദ്രവിക്കും. സ്നേഹത്തോടെ ഇടപെട്ടുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളെന്തിനാ ഈ വഴി കിടക്കുന്ന ആളിനെ എടുത്ത് ഇനി കൊണ്ടുവന്നത്? എൻ്റെ ക്ലീറ്റോ അത് അവിടെ വഴിയിൽ നിന്ന് ദാഹിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ നമ്മളുണ്ടല്ലോ, അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. എത്രയാ മക്കൾ? വർത്തമാനം പറയണ ആരോടാ? ഒന്ന് പോയി നോക്ക്, ആരോടാ വർത്തമാനം പറയണെന്ന് നോക്ക്. പോയി നോക്കമ്മായി. കാണാൻ ഒരു ചന്തം തന്നെ കേട്ടോ. വീട്ടിൽ വേറെ ആരെങ്കിലും കൊണ്ടോ? ഗ്ലാസുമായിട്ട് വർത്താനം പറഞ്ഞു. അത് തന്നെ നോക്കട്ടെ. ഒരു കയ്യകലൻ മാറി നിന്നാ മതിട്ടാ. നീ സൂപ്പർ, നീയാണ് വെള്ളം. വേണോ? വേണ്ട മാഷേ, മാഷ് ആവശ്യത്തിന് കുടിച്ച മാഷിന് ഇനി വേണോ വെള്ളം? മതി. വെള്ളം നല്ലതായതുകൊണ്ട് ഇനി മേലാൽ എപ്പോഴെങ്കിലും വെള്ളം കുടിക്കാൻ തോന്നിയാൽ ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ മാഷ് ഇടയ്ക്ക് നമ്മളെ ആ റോഡിൽ ഒരു ദിവസം പ്രസംഗിച്ചിരുന്നില്ലേ മാഷേ? ഒരാഴ്ചക്ക് മുമ്പല്ലേ? അതെ 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 അതെ. പ്രസംഗിച്ചു. നല്ല പ്രസംഗം. ഇഷ്ടപ്പെട്ടോ? ഞാൻ കേട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും കണ്ട് ഈ ചെവിയിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക. ശരി, കാണാം, കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഈ മാഷിൻ്റെ പ്രസംഗത്തിനെ കുറിച്ച് നമ്മളിവിടെ കവലയിൽ ചായക്കട നടത്തുന്ന മധു, തട്ടുകട നടത്തുന്ന മധു ചായത്തട്ട് മധു, അത് തന്നെ ചായക്കട. മധുവിനോട് ഞാൻ പോയി പറഞ്ഞു, മാഷിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു, നല്ല ഉഗ്രം പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞാൽ മധുവിന് ഒരേ സങ്കടം. അപ്പോൾ എന്നോട് പറഞ്ഞു, എപ്പോൾ മാഷിനെ കണ്ടാലും ഒന്ന് അങ്ങോട്ട് പറഞ്ഞു വിടണേ. അപ്പോൾ ഒന്ന് മാഷ് മധുവിൻ്റെ കടവരെ പോയി ഒന്ന് പ്രസംഗിച്ചാൽ മധുവിനത് കേൾക്കാൻ ഒരു അവസരമാവുമേ. മധുവിന് വേണ്ടി മാത്രം ഇന്ന് ഒരു ദിവസമല്ല, ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസം ഞാൻ അവിടെ പ്രസംഗിക്കും. പോവാം. അല്ല, മാഷ് നടന്നോ? ഞാൻ വരാം. ഡ്രസ്സ് മാറിയിട്ട് വരുമല്ലേ? വരാം. വരും. അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് കടത്തി വിടാം മാഷിനെ. മാഷ് ഞാൻ പിടിക്കണോ? വേണ്ട, ഞാൻ മാഷിനെ അങ്ങോട്ട് കടത്തി വിടാം. മാഷ് വാ. മധുവിൻ്റെ കടയിൽ ഇല്ല, അവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. മാഷ് പോയി പെട്ടെന്ന് പ്രസംഗിക്കണം. മാഷിൻ്റെ പ്രസംഗം കേൾക്കാനേ മധു കാതോർത്തിരിക്കും. തന്നല്ലേ?